അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സഹോദരികളെ, കുട്ടികളെ, നമ്മൾ തുടരുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ ആസ്വാദനം സാധ്യമാകണമെങ്കിൽ, മാധുര്യം അനുഭവിക്കാൻ കഴിയണമെങ്കിൽ സുപ്രധാനമായി ഉണ്ടായിരിക്കേണ്ട രണ്ട് ഘടകങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞു വന്നത്. ഒന്നാമത് സൂചിപ്പിച്ചത്, വിശുദ്ധ ഖുർആൻ പാരായണത്തിന് അതിൻ്റെതായ രീതിശാസ്ത്രമുണ്ട്, നിയമശാസ്ത്രമുണ്ട്. അത് പാരായണം ചെയ്തുകൊണ്ടായിരിക്കണം എന്നതാണ്. അക്ഷരങ്ങൾ മാറുമ്പോഴും ഹറക്കത്തുകൾക്ക് മാറ്റം സംഭവിക്കുമ്പോഴും അത് വിശുദ്ധ ഖുർആനിൽ നിന്ന് പുറത്തു കടക്കുകയും ഖുർആൻ അല്ലാതെ അല്ലെങ്കിൽ ഖുർആനായി പരിഗണിക്കപ്പെടാതെ പോവുകയും ചെയ്യുന്നു. തജ്വീദോടുകൂടെ പാരായണം ചെയ്യാത്ത ഇമാമിന്റെ പിന്നിൽ നിന്ന് നമസ്കരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണം എന്നുവരെ പറഞ്ഞു വച്ചവരുണ്ട്. അങ്ങനെയെങ്കിൽ ആദ്യമായി ആലോചിക്കേണ്ടത് ഇമാമത്ത് നിൽക്കുന്ന ആളുകളാണ്. ഞാൻ ഏതായിരുന്നാലും ഇമാമത്ത് നിൽക്കേണ്ടവനാണ്. അതുകൊണ്ട് ഞാൻ ഇനി എൻ്റെ പാരായണം കൃത്യമാക്കാൻ ശ്രമം നടത്തും എന്ന ഒരു തീരുമാനമെടുക്കണം. അവസാനം നാം പറഞ്ഞു വെച്ചത് സൂറത്തുൻ നസ്റാണ്. ഇതുപോലെ തെറ്റ് വരാൻ സാധ്യതയുള്ള ഒരുപാട് സൂക്തങ്ങൾ കാണാം. 49-ാം അധ്യായം സൂറത്ത് ഹുജറാത്തിലെ 11-ാമത്തെ ആയത്ത് എങ്ങനെയാണ് മോനെ ഓതുക എന്ന് ചോദിച്ച് എൻ്റെ തജ്വീദിലെ അല്പഭാഗങ്ങളിലെ ഉസ്താദായ ഹൈദർ മൗലവി രാത്രി 10:30 എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, മോനെ വേഗം ഖുർആൻ എടുക്ക്. ഞാൻ ഖുർആൻ എടുത്തു. സൂറത്ത് ഹുജറാത്ത് എടുക്ക്. നമ്മൾ പറയല് സൂറത്തുൽ ഹുജറാത്ത് എന്നാ. ഹുജറാത്ത് അല്ല, ഹുജുറാത്താണ് ശരി. സൂറത്തുൽ ഹുജറാത്ത് എടുക്കെന്ന് പറഞ്ഞു. ഞാൻ ഹുജറാത്ത് എടുത്തു. ഇനി എന്ത് ചെയ്യണം? അദ്ദേഹം പറഞ്ഞു 11-ാമത്തെ ആയത്തൊന്ന് ഓത് എന്ന്. ഞാൻ 11-ാമത്തെ ആയത്ത് ഞാൻ അതുവരെ ശീലിച്ച പോലെ ഭംഗിയായി അങ്ങ് ഓതിക്കൊടുത്തു. അപ്പോഴാ എന്നോട് പറഞ്ഞത്, മോനെ അവിടെ ഒരു തെറ്റുണ്ടല്ലോ, അതെങ്ങനെയാ ഓതേണ്ടത്, എനിക്ക് അതൊന്ന് പറഞ്ഞു തരണം എന്ന് അദ്ദേഹം എന്നോട് പറയുന്നത്. എനിക്ക് അതെങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പറഞ്ഞു തരണം എന്നാ പറയുന്നത്. എനിക്ക് അറിയില്ല എന്ന് അദ്ദേഹം തൽക്കാലം പറഞ്ഞു വെച്ചു. ഞാൻ ഓർത്തു, അത് നിങ്ങൾക്ക് അറിയില്ലേ? അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല, ഇയാ ഒന്ന് പഠിച്ചിട്ട് പറഞ്ഞു തരണം. അങ്ങനെ ഞാൻ അന്ന് മുതൽ പരതി ഒരുപാട് ആളുകളെ, ഞാൻ അറിയുന്നവരെയൊക്കെ വിളിച്ചു. എനിക്ക് ക്ലിയർ ആയി, അവസാനം മനസ്സിലായി. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം എന്നോട് പറയാണ്, അത് എനിക്ക് അറിയാമായിരുന്നു, ഞാൻ അങ്ങനെ തന്നെ എനിക്ക് ഉരുട്ടി അങ്ങ് തന്നാൽ ഈ അതും വിഴുങ്ങി അങ്ങ് പോകും, അതിനെ അതുകൊണ്ട് ഈ ഒന്ന് അന്വേഷിച്ച് എനിക്ക് പറഞ്ഞു തന്ന് ഞാൻ പറഞ്ഞതാണ്. നല്ല ഒരു അധ്യാപനം, നല്ല ഒരു ടീച്ചർ. നമ്മളൊക്കെ ഓതാറുള്ളത് തെറ്റായിട്ടാ. അവിടെ ബിസൽ ഇസ്മുൽ ഫുസൂഖ് എന്ന് ഓതാറുണ്ട്. നമ്മൾ ബിസൽ ഇസ്മുൽ ഫുസൂഖ് എന്നോതും. ഓതേണ്ടത് യഥാർത്ഥത്തിൽ ബിസൽ ഇസ്മുൽ ഫുസൂഖ് എന്നാണ് ഓതേണ്ടത്. ഞാൻ ഓതിത്തരാം. 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്തിലെ 11-ാമത്തെ ആയത്തില്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാ عسى أن يكن خيرا منهن. വഖഫ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ശാരീരിക അസ്വാസ്ഥ്യം കാരണം നിർത്തിയിട്ടുണ്ട്. അവിടെ ഒന്നും വെപ്പില്ല, വെപ്പുള്ളിടത്തു നിന്ന് എടുത്താണ് പാരായണം ചെയ്യേണ്ടത്. തൊട്ടടുത്ത ഭാഗമാണ് വിഷയം. വലാ തൽമിസൂ أنفسكم ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان بئس
ബിസലിസ്മുൽ ഫുസൂഖു. ഇതിന്റെ വ്യത്യാസം മനസ്സിലാകുന്നതിൽ ഖുർആൻ മുമ്പിൽ വെക്കണം. ബിസൽ ഇസ്മു എന്നാണ് അവിടെ കാണുക നമ്മുടെ കാഴ്ചയിൽ. അൽ എന്നത് ഇസ്മിനോട് ചേർത്ത് പറയുമ്പോൾ ഇസ്മിന്റെ ഇ എന്ന ശബ്ദം പോയി പോകും. പിന്നെ ലാമിന് കെസറിട്ട് കൊടുക്കണം, ലിസ്മു നാവും. ബിസലിസ്മു. ഇതാണ് 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിൽ ലുഖ്മാൻ തന്റെ മകന് നൽകുന്ന ഉപദേശത്തെ കുറിച്ച് പറഞ്ഞെടുത്ത്. വഇദ് ഖാല ലുഖ്മാനു ലി പ്ലസ് ഇബ്നിഹി സമം ലിബ്നിഹി. വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇദു എന്ന് വരുന്നിടത്തും ഇബ്നിന്റെ ഹംസ പാടില്ല. ഒന്നാമത്തത് ഇസ്മ്, ഇസ്ത്, ഇബ്ന്, ഇബ്നബ്, ഇങ്ങനെ 10 നൗണുകളുണ്ട്, 10 ഇസ്മുകൾ. അതിന്റെ ഒന്നും ഹംസ ഉച്ചരിക്കാൻ പാടില്ല, എഴുതാൻ പാടില്ല. കൂട്ടി പറയുമ്പോൾ ഉച്ചരിക്കാനും പാടില്ല എന്നൊരു നിയമമുണ്ട്. അതാണ് അവിടെ പാലിക്കപ്പെടേണ്ടത്. സൂറത്ത് ബഖറയിലെ ആദ്യ ഭാഗത്ത് കാണാം, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഖുർആനിനെ കൊണ്ടുവരൂ, ഒരായത്തെങ്കിലും കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചതിന് ശേഷം വബശ്ശിരിൽ ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് അന്ന ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തിർ റിസ്ഖാ ഖാലൂ ഹാദാ അല്ലദീ റുസിഖ്നാ മിൻ ഖബ്ൽ. തൊട്ടടുത്തെന്താ അല്ലേ? എന്നാണ് പലരും ഓതുക. ഇപ്പൊ ഉത്തു എന്ന് പറഞ്ഞ ആളുകളെ ഒന്ന് ഇമാമ് നിർത്തി നോക്കുക. നിങ്ങള് ഉത്തൂന്നാണെന്ന് പറഞ്ഞു തന്ന ആളുകൾ ഇമാമ് എന്ന് ഓതുമ്പോ ഒന്ന് റെക്കോർഡ് ചെയ്യാമല്ലേ? എന്നിട്ട് കഴിഞ്ഞിട്ട് കേട്ടു നോക്കിയാൽ അറിയാം വഅ്തൂന്നായിരിക്കും ഓതിയത്. ശ്രദ്ധ വരൂല. ഞാനും മദീനത്തുൽ ഉലൂമിലാണ് പഠിച്ചത്. അപ്പൊ അവിടെ പ്രിലി കഴിഞ്ഞ് ഇമാമത്ത് നിൽക്കാൻ ഒരു ചാൻസ് കിട്ടി. നമസ്കരിച്ചപ്പോൾ ഞാൻ ഈ സൂറത്ത് ഓതി. ഞാൻ ഓതിയത് വഅ്തു ബിഹി മുതശാബിഹാന്ന്. അപ്പൊ എന്റെ ഒരു നല്ല അധ്യാപകൻ, സ്നേഹനിധിയായ ഒരു അധ്യാപകൻ എന്നോട് പറഞ്ഞു, മോനെ നൗഷാദേ വാ, വഅ്തു നല്ല ഓതേണ്ടത് അവിടെ മജ്ഹൂലാണ്, ഉതു എന്നാണ്. പടച്ചോനോട് ഇങ്ങുണ്ട പടച്ചോനെ എന്ന് ആദ്യം പറഞ്ഞു, വഅ്തു ബിഹി കൊണ്ട്. അങ്ങനെയല്ല, അവർക്ക് നൽകപ്പെട്ടത് എന്നാണ് അവിടെ അർത്ഥം. വ ഊതു എന്നാണെന്ന് പറഞ്ഞു. ലേശം പണിയാണ് അങ്ങനെ ചെല്ലാൻ, വ ഊതു എന്ന് പറയാൻ. അപ്പൊ ഞാനത് സ്വീകരിച്ചു, അത് ഉൾക്കൊള്ളാൻ ശ്രമിച്ചു. യാദൃശ്ചികമായി മറ്റൊരു ദിവസം ഇമാമ് എന്നത് എന്നെ ഇത് ഓർമ്മപ്പെടുത്തിയ എൻ്റെ അധ്യാപകൻ. അദ്ദേഹം ഒന്നുകൂടെ യാദൃശ്ചികമായി ഓതിയത് ഇതേ സൂറത്ത്, ഇതേ ആയത്ത്. യാദൃശ്ചികമായിട്ടായിരിക്കാം അടുത്തത് സംഭവിച്ചു, വഅ്തു ബിഹി മുതശാബിഹാന്ന്. ഞാനും പിടിച്ചു. അപ്പൊ ഇതാണ് സംഭവം. നമുക്കത് ധാരണ. പക്ഷെ നമ്മൾ ഖുർആൻ ഓതുമ്പോൾ അതിൽ എത്രമാത്രം ശ്രദ്ധ കാണിക്കുന്നു. അതൊരു ഓത്താണ്. നമ്മൾ ഓതി അങ്ങ് പോകണം. അതിന് ഒരുപാട് നിയമ ഭാഗങ്ങളുണ്ട് എന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അല്പം ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 5:15 വരെയാണ് എൻ്റെ സമയം. ഖുർആനിലെ തജ്വീദ് പഠിക്കുക എന്നത് പ്രയാസമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില ഭാഗങ്ങൾ, വളരെ ചുരുക്കം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, ശദ്ദ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല എല്ലാവർക്കും. ആരെങ്കിലും ഉണ്ടാവും ചിലപ്പോൾ അറിയാത്തവര് ശദ്ദ് എന്താണെന്നുള്ളത്. 2-3 ഉത്തരങ്ങളാണ് എനിക്ക് കുട്ടികളിൽ നിന്ന് കിട്ടിയത്. ശദ്ദ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒന്ന്, മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടി പറഞ്ഞത് നാ തിരിച്ചിട്ട പോലെ ഉണ്ടാവുന്നു. അതായത് മലയാളം ശരിക്കും അറിഞ്ഞൂടാത്ത കുട്ടിയാണ്. നാ തിരിച്ചിട്ട പോലെ ഉണ്ടാവുന്നത്. മലയാളം നന്നായി അറിയുന്ന കുട്ടികളാണോ അതുകൊണ്ടാണോ എന്നറിയില്ല. ചില കുട്ടികൾ പറഞ്ഞ് ധ എഴുതിയതുപോലെ ഉണ്ടാവുന്നു. ധ എഴുതിയതുപോലെ ഉണ്ടാവും. ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള കുട്ടികളായിട്ടായിരിക്കാം. അവർ പറഞ്ഞു W പോലെ ഉണ്ടാവുന്നു. ഞാനിതൊരു തമാശക്ക് പറഞ്ഞല്ല. ഈ 3 ഉത്തരവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ശദ്ദ് എന്ന് പറഞ്ഞാൽ. ശദ്ദ് കട്ടി കൂട്ടാനാണ്. ഇപ്പൊ റബുൻ എന്ന ബാഇന് ശദ്ദിട്ടാൽ റബ്ബുൻ എന്ന് വായിക്കും. ബാഇന് ശദ്ദ് വന്നാൽ. അപ്പൊ ഈ ശദ്ദ് തജ്വീദിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഒരു ശദ്ദ അങ്ങ് പോയാലും വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് ചിലപ്പോൾ ചിലരൊക്കെ പറയും. അല്ലെ, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും. ആലോചിക്കാം. ഞാനൊരു ചോദ്യം ചോദിക്കാം. സൂറത്തുൽ ഫാത്തിഹയിൽ എപ്പോഴും ഞാൻ പല സ്ഥലങ്ങളിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സൂറത്തുൽ ഫാത്തിഹയിൽ എത്ര ശദ്ദുണ്ട്? നിങ്ങൾ എണ്ണി നോക്കണം. ഇപ്പൊ എല്ലാവരും ഫാത്തിഹ ഇങ്ങനെ മനസ്സിലൊന്നും ഇങ്ങനെ ഓതുക. ബിസ്മി ഫാത്തിഹയിൽ പെട്ടതാണ്. അങ്ങനെ 7 ആയത്ത്. ആമീൻ അതിൽ പെട്ടതല്ല, അത് അവിടെ നിൽക്കട്ടെ. അത് പ്രാർത്ഥനാ ശകലമാണ്, അത് അവിടെ നിൽക്കട്ടെ. ബിസ്മി മുതൽ വലദ്ദാലീൻ വരെ ഓതി നോക്കുക, എത്ര ശദ്ദുണ്ട് എന്ന് എണ്ണി നോക്കുക. എന്നിട്ട് ഇപ്പൊ പറയണം വേഗം. കുടുങ്ങിയോ?
ഫാത്തിഹ നന്നായി അറിയുന്നവർ എണ്ണിക്കഴിഞ്ഞ്. ആ ഓതിണ്ടാവില്ലേ 7 ഓക്കെ. ദിവസം എത്ര പ്രാവശ്യം ഓതുന്ന സൂറത്താ? 17 തവണ അല്ലെ? നിസ്കരിക്കുന്നവർ 17 തവണ ദിവസം ഓതുന്ന സൂറത്താണ്. എന്നാലും എത്ര ശബ്ദുണ്ടെന്ന് ഓരോരുത്തർ പറഞ്ഞോളൂ. 12. ആ പിന്നെ 11, 14, 7, പിന്നെ 10. ആ പിന്നെണ്ടാ? ആ 16 അല്ലേ? 16 പറഞ്ഞേ? 16. ഏതായിരിക്കും ഇപ്പൊ ശരി? ഞാനൊന്ന് ഓതാം, നിങ്ങൾ ശ്രദ്ധ പിടിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇപ്പൊ തന്നെ ചിലര് 5 എന്നാണ് ഒരു 6 ആക്കി ഉണ്ടാവും. ശരി, രണ്ടാമത്തെ ആയത്തിലേക്ക് കിടക്കാം. ഞാൻ പിടിക്കുന്നില്ല, നിങ്ങൾ പഠിച്ചോളാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. കം ശബ്ദ ഫി സൂറത്തിൽ ഫാത്തിഹ? എത്ര? 14. 14 എന്ന് പറഞ്ഞോന്ന് കൈവന്തിക്ക്. ശരി, ശരിയായ ഉത്തരം 14ആണ്. 14. 14 ശബ്ദങ്ങളുണ്ട്. അപ്പോ 14 ശബ്ദുണ്ടല്ലേ, 17 തവണ ഓതുന്നുണ്ടല്ലേ, 2 ശബ്ദമൊക്കെ അങ്ങ് പോയാലും വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിച്ചാൽ ഒരു ഗൗരവപ്പെട്ട കാര്യം ഓർക്കുക. സൂറത്ത് ഫാത്തിഹയിലെ 14 ശബ്ദങ്ങളിൽ 2 ശബ്ദങ്ങൾ ശ്രദ്ധേയമായ ശബ്ദങ്ങളാണ്. ഒറ്റൊന്നും ഒഴിവായി പോകാൻ പാടില്ല. പക്ഷെ 2 ശബ്ദങ്ങളുണ്ട്, അത് ഗംഭീരമായ ശബ്ദങ്ങളാണ്. ഏതാന്ന് പറയാൻ പറ്റുമോ? അർ-റഹ്മാൻ റഹീം വലദ്ദാല്ലീൻ ഇയ്യാക നഅ്ബുദു. 3 ഉത്തരം വന്നിട്ടുണ്ട്. അതിൽ ശരി ഉത്തരം ഇയ്യാക നഅ്ബുദു എന്നതിലെ ശബ്ദാണ് അല്ലേ? ഇയ്യാക എന്നതിലെ ശബ്ദാണ്. അത് ഒഴിവായിട്ട് ഭംഗിയായി ഇമാമു പാരായണം ചെയ്യുന്നു. മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പിറ്റേ ദിവസം അയാളെ പിന്നിൽ നിന്ന് നമസ്കരിക്കാൻ പറ്റൂല എന്നാണ്. എന്തേ കാരണം എന്നറിയും? ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ റബ്ബേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്നർത്ഥം, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നർത്ഥം. പക്ഷേ ഇയ്യാക്കയുടെ ശബ്ദ പോയാൽ ഇയ്യാക് എന്ന പദപ്രയോഗം വരുന്നു. ഇയ്യാക് എന്നതിനർത്ഥം ദൗഉശംസ് എന്നാണ്, സൂര്യന്റെ വെളിച്ചം. ഇയ്യാക നഅ്ബുദു ഞാൻ സൂര്യപ്രഭയെ ആരാധിക്കുന്നു എന്ന അർത്ഥതലത്തിലേക്ക് മാറാനിടയുണ്ട്. ശിർക്കാ ചെയ്യുന്നത്. അതുകൊണ്ട് തജ്വീദല്ലേ, വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിച്ചെങ്കിൽ മനസ്സിലാക്കിക്കോളൂ. വിശുദ്ധ ഖുർആൻ ഞാൻ പരിശോധിച്ചപ്പോൾ എനിക്ക് തോന്നി മദ് ലാസിം എന്ന ഒരു മദ്ദുണ്ട്. മദ്ദിനെ കുറിച്ച് പരിചയപ്പെടാം. അവിടെയൊക്കെ ശബ്ദ വരുന്ന അലിഫിനും യാനും വാവിനും ശേഷം ശബ്ദ വരുന്നിടത്താണ് ലാസിമായ മദ്ദുകൾ. അങ്ങനത്തെ പദങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ കനപ്പെട്ട ആശയങ്ങളുള്ള പദങ്ങളാണ്. ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട് ഘോരമായ ശിക്ഷകളുമായി ബന്ധപ്പെട്ട പദപ്രയോഗങ്ങളിലാണ് അങ്ങനെയുള്ള ലാസിമായ മുസഖലായ മദ്ദുകൾ പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഒന്ന് ശബ്ദാണ്, രണ്ടാമത്തേത് മദ്ദാണ്. മദ് എന്ന് പറഞ്ഞാൽ എന്താ? പലപ്പോഴും ദമ്മ് നമുക്കറിയാം. ദമ്മ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ബിരിയാണിന്റെ പാത്രമൊക്കെ അടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ദമ്മാണ്. ഈ ദമ്മ് തിരിച്ചിട്ടാൽ മദ്ദാവും. മാത്രമല്ല, ഇങ്ങനെ ഒരു ദമ്മ് ഉണ്ടാകണമെങ്കിൽ മൈദ അല്ലെങ്കിൽ മാവ് കുഴച്ചതിന് ശേഷം അത് അവിടെ നിന്ന് എന്ത് ചെയ്യണം? ഇങ്ങനെ പിടിച്ച് മദ് ചെയ്യണം, അഥവാ നീട്ടണം. മദ് ചെയ്താലേ ദമ്മ് ഉണ്ടാവുള്ളൂ. ഇതാണ് മദ്. മദ്ദയമുദ്ദു, നീട്ടുക, പരത്തുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ ഖുർആൻ തജ്വീദ് ശാസ്ത്രത്തിൽ മദ് എന്ന് പറഞ്ഞാൽ അലിഫ് യാ വാവ് ഈ 3 അക്ഷരങ്ങളാണ് ദീർഘാക്ഷരങ്ങൾ.
ഒന്നും കൂടെ, ദീർഘാക്ഷരങ്ങൾ ഏതാ? ഞാനൊരു മാസായ ക്ലാസ്സിൽ എങ്ങനെ തജ്വീദ് പഠിപ്പിക്കും? അത് പ്രയാസമായിരിക്കും. ദീർഘാക്ഷരങ്ങൾ വാവ്, അലിഫ്, യാ. വായു, വായു എന്ന് പറയുമ്പോൾ പിന്നെ ഒരു വാവും വന്നില്ലേ? എനിക്ക് തോന്നുന്നു ഏറ്റവും ഹൃദ്യമായി വരുന്നത്, കുറെ കൂടെ നന്നാവുന്നത് അലിഫ്, യാ, വാവ്, ഐവ. ഏതാ ദീർഘാക്ഷരങ്ങൾ? ഐവ, അലിഫ്, യാ, വാവ്. അപ്പൊ അറബിയിൽ ഒരു അധ്യാപകൻ ചോദിക്കുകയാണ്, ദീർഘാക്ഷരങ്ങൾ മാഹിയ ഹുറൂഫുൽ മദ്, നമുക്ക് എന്തുത്തരം പറയാം? ഐവ എന്നുത്തരം പറയാം. മലയാളത്തിലാണ് അധ്യാപകൻ ചോദിക്കുന്നത്, ദീർഘാക്ഷരങ്ങൾ ഏവയാ? നമുക്ക് ഉത്തരം പറയാം അവയ, അലിഫ്, വാവ്, യാ. പറഞ്ഞൂടെ? അപ്പൊ ഇനി ദീർഘാക്ഷരം മറക്കാൻ പാടില്ല. ഐവ, അവയ, അലിഫ്, യാ, വാവ്. ഇതാണ് അറബിയിലെ ദീർഘം. മലയാളത്തിൽ ഓ എന്നും എ എന്നും ഒക്കെ ദീർഘമുണ്ട്. അറബിയിൽ ആ, ഈ, ഊ എന്ന് മാത്രമാണ് ദീർഘം. ഈ ദീർഘാക്ഷരങ്ങൾ എല്ലായിടത്തും ഒരുപോലെയല്ല നീട്ടേണ്ടത്. ചില സ്ഥലങ്ങളിൽ ഹറക്കത്തൈൻ അഥവാ 2 ഹറക്കത്തിന്റെ ടൈം അഥവാ 2 or 3 seconds മാത്രമേ നീട്ടാൻ പാടുള്ളൂ, സാധാരണ ദീർഘം. ചില സ്ഥലങ്ങളിൽ അത് 4 or 5 ഹറക്കത്തിന്റെ ടൈം എടുത്ത് ദീർഘം നൽകണം. ചില സ്ഥലങ്ങളിൽ നിർബന്ധമായും 6 ഹറക്കത്തിന്റെ 6 അക്ഷരത്തിന്റെ ടൈമിംഗ് നൽകണം. അതാണ് വലദ്ദാലീൻ എന്നതിലൊക്കെ കാണുന്നത്. ഇങ്ങനെ മദ്. മറ്റൊന്ന് തഫ്ഖീമാണ്. തഫ്ഖീം എന്നത് തജ്വീദിലെ ബാലപാഠമാണ്. പക്ഷെ നമ്മൾ ആ ബാലപാഠം പഠിപ്പിക്കുന്നത് കുറെ കഴിഞ്ഞിട്ടാ, 5ാം ക്ലാസ്സിലെത്തിയിട്ടാ. നമ്മളെ തജ്വീദിന്റെ വലിയൊരു പ്രശ്നം അതാ. കുട്ടി ഖുർആനിൽ 1ാം ക്ലാസ്സിൽ മദ്രസയിൽ ചെന്നു, അക്ഷരം പഠിച്ചു. 2ാം ക്ലാസ്സിൽ കയറി ഖുർആൻ ഓതാൻ തുടങ്ങി. 3ാം ക്ലാസ്സിൽ അതൊന്ന് സൂറത്തുകളൊക്കെ ഓതാൻ തുടങ്ങി. 4 ഓതാൻ തുടങ്ങി. ഏത് സൂറത്ത് വെച്ചാലും ഓതാൻ തുടങ്ങി. 5-ലെത്തിയപ്പോ ഉസ്താദ് പറയാം, മോനെ എങ്ങനെ ഒന്നുമല്ല ഖുർആൻ ഓതേണ്ടത്, തജ്വീദ് അനുസരിച്ച് ഓതണം, അതിന് ചില ബാലപാഠങ്ങളുണ്ട്. എന്തേ സംഭവിക്കുക? ഇതാണ് ഇന്നുള്ള പ്രശ്നം. അക്ഷരം മുതൽ തുടങ്ങേണ്ട തജ്വീദ് അവിടെ നിന്ന് തുടങ്ങിയില്ല. നമ്മളെ മദ്രസയിൽ ഏറ്റവും സർട്ടിഫിക്കറ്റും യോഗ്യതയും കഴിവുള്ള അധ്യാപകൻ എത്രാം ക്ലാസ്സിലേക്കും? 5ാം ക്ലാസ്സിൽ. 5-ലല്ലേ വെക്കുക? അത് വലിയൊരു പാളിച്ചയാ. എവിടെ വെക്കണം? ഏറ്റവും യോഗ്യതയുള്ള, നന്നായി അക്ഷരം സ്ഫുടമായി ഉച്ചരിക്കാൻ കഴിയുന്ന അധ്യാപകൻ 1ാം ക്ലാസ്സിൽ ഉണ്ടായിരിക്കണം, വിശേഷിച്ച് അറബി പഠിപ്പിക്കാൻ. എന്നാൽ അന്ന് മുതൽ 4 വർഷം കഴിഞ്ഞിട്ടുള്ള വർഷക്കാർക്ക് നല്ല ഒരു വിജയ ശതമാനം ഉണ്ടാവും. 4 കൊല്ലക്കാരുടെ പോയിക്കും. 4 കൊല്ലം കഴിഞ്ഞിട്ടുള്ളത് നല്ല ഒരു ശതമാനം ഉണ്ടാവും. 4 കൊല്ലം ക്ഷമിക്കണം. ഏറ്റവും അക്ഷരസ്ഫുടതയുള്ള, അക്ഷരം തെറ്റാതെ പറയുന്ന ആളെ 1ാം ക്ലാസ്സിൽ വേണമെന്ന്. അങ്ങനെയുണ്ടല്ലോ പ്രശ്നം. അത് 1ാം ക്ലാസ്സിൽ വേണം. അവിടെ നിന്ന് തുടങ്ങേണ്ട തജ്വീദ് ബാലപാഠങ്ങൾ 5ാം ക്ലാസ്സിൽ എത്തിയിട്ടായിരുന്നില്ല പഠിപ്പിക്കേണ്ടത്. എനിക്കും നിങ്ങൾക്കും പറ്റിയ കുഴപ്പം അതാണ്. നമ്മൾ തുടക്കത്തിലത് പലരും പഠിച്ചില്ല, അത് പഠിക്കാനുള്ള അവസരം ഉണ്ടായില്ല. അപ്പോൾ ഒന്ന് തഫ്ഖീം, ചില അക്ഷരങ്ങൾ വലുതായി പെരുപ്പിച്ച് പറയേണ്ടതുണ്ട്, ചില അക്ഷരങ്ങൾ നേരിയ തോതിൽ ലൈറ്റായിട്ട് പറയേണ്ടതുണ്ട്. ഹെവി ആയ ലെറ്റേഴ്സും ലൈറ്റ് ആയ ലെറ്റേഴ്സും ഉണ്ട്. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അത് ഇൻഷാ അല്ലാഹ് ഞാനിപ്പോൾ ഒരു ചെറിയ പ്രാക്ടീസ് നിങ്ങൾക്ക് തരാം. പിന്നെ പ്രധാനപ്പെട്ട ഒന്ന് ഇസ്മുൽ ജലാലത്താണ്, അത്യുന്നത നാമം. ഏതാണ് ഇസ്മുൽ ജലാലത്ത്? ആർക്കും പറയാം. ഇസ്മുൽ ജലാല ഏതാണ്? അല്ലാഹു. ഇസ്മുൽ ജലാല ഏതാന്നുള്ള ചോദ്യത്തിന് ഉത്തരം അല്ലാഹു എന്ന് പറഞ്ഞാലോ? അല്ലാഹു എന്നിങ്ങനെ മലർത്തി പറയും ചിലര്, അല്ലാന്നൊക്കെ പറയാറുണ്ട് അല്ലേ? തീർച്ചയായും അത് പറയേണ്ടത് വായ് നിറച്ചാണ്. അല്ലാഹു, അല്ലാഹു അല്ല അല്ലാഹു. ബാങ്ക് കൊടുക്കുമ്പോഴായിരുന്നാലും, അതെ, ബാങ്ക് കൊടുക്കുമ്പോഴായിരുന്നാലും അല്ലാഹു അല്ലേ, അല്ലാഹു എന്ന് പറഞ്ഞു പോകണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അധികം ആൾക്കാരൊന്നും ആയിട്ട് നിസ്കരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു വളരെ കൃത്യമായി അക്ഷരസ്ഫുടതയോടെയും അതിന്റെ സിഫത്തും പാലിച്ചുകൊണ്ടായിരിക്കണം. തഫ്ഖീം, തർഖീഖ്, ഇദ്ഗാം. ഇദ്ഗാം വളരെ പ്രധാനപ്പെട്ട ഒന്ന്. ഞാൻ ഈ പ്രാവശ്യം എൻ്റെ നാട്ടിലെ പള്ളിയിലേക്ക് ഒരു ഇമാമിനെ ഓദിച്ചൊക്കെ കൊണ്ടുപോയി. അദ്ദേഹത്തിനുള്ള വലിയ ഒരു പ്രശ്നം ഈ ഇദ്ഗാമാണ്, ഗുന്നത്തുൽ ഇദ്ഗാം. ഇദ്ഗാം അഥവാ ഒരക്ഷരത്തെ മറ്റൊന്നിലേക്ക്, നൂനിനെയും തൻവീനിനെയും മറ്റൊരക്ഷരത്തിലേക്ക്, അടുത്ത അക്ഷരത്തിലേക്ക് ചേർക്കുമ്പോഴുണ്ടാകുന്ന ഒരു പ്രശ്നം. അത് 2 രീതിയിൽ ചേർക്കാനുണ്ട്.
പക്ഷേ ഈ ഇമാം ഓതുന്ന സമയത്ത് ഇപ്പോ പിന്നെ സൂറത്തുൽ ഖാരിയ ഓതിയ സമയത്ത് അൽ ഖാരിഅ മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്സൂസ് വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൗവഫൂസ്. ഒരു വാ അവിടെ കയറി, ഒന്ന് ഭംഗിയാക്കിയതായിരിക്കണം. അല്ലെങ്കിൽ ഇഖ്ഫാഇന്റെയും ഇദ്ഗാമിന്റെയും ഭാഗത്ത് അല്പം ചില മാറ്റം സംഭവിച്ചു. മൗവഫൂസ്, വാവ് സായിദയായി വരിക, വലിയ അപകടം ഉണ്ടാക്കുന്നു. ഇഖ്ലാബ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നൂനു സാക്കിനത്തിന് ശേഷം ബാ വന്നാൽ നൂനിനെ മാറ്റി എന്താക്കണം? മീമാക്കി മാറ്റണം. അപ്പം നമ്മുടെ വിചാരം എന്നാല് പിന്നെ ഏതാ ഒരു ആയത്ത് അൻബത്ത എന്നത് അമ്പത്ത എന്നാണ് ഓതേണ്ടത് എന്ന് വിചാരിച്ചു. കാരണം അൻബത്ത നൂനിന് ശേഷം ബ വന്നു, അപ്പൊ നൂനിനെ മീമാക്കി മാറ്റി. അപ്പൊ ഓതേണ്ടത് എങ്ങനെയാ? അമ്പത്ത. തെറ്റാണ്. ഖുർആനിൽ എവിടെയും ഇഖ്ലാബ് ചെയ്യേണ്ടതില്ല. ഖുർആനിൽ എവിടെയും അപ്ലൈ തലത്തിൽ അപ്ലൈ ചെയ്യുന്നിടത്ത് ഇഖ്ലാബ് സംഭവിക്കുന്നില്ല. ഇഖ്ലാബ് സംഭവിക്കുന്നതോടുകൂടെ അത് ഇഖ്ഫായിലേക്ക് മാറും. നൂനു സാക്കിനത്തിന് ശേഷം ബാ വന്നാൽ നൂനു സാക്കിനത്ത് മീമായി മാറും. പിന്നെ നമ്മൾ ഓതേണ്ടത് ആരെയാ? മീമു സാക്കിനത്തിന് ശേഷം ബാ വന്നാൽ എന്താണോ നിയമം അതാ പാലിക്കേണ്ടത്. പക്ഷെ അത് പലരും മറന്നു. അപ്പൊ അമ്പത്താന്ന് ചുണ്ട് പൂട്ടിച്ചെല്ലാൻ പാടില്ല. ഒരു ചെറിയ പേപ്പർ ഇങ്ങനെ വെക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ വേണം. എന്നിട്ട് അമ്പത്ത ഒരു പേപ്പർ കൊണ്ടുപോയി ആദ്യം നിസ്കരിക്കുമ്പോൾ തൽക്കാലം ഇങ്ങനെ ഇവിടെ ഒരു ചെറിയ വിടവ് കാണണം. പറയുമ്പോഴേ ചുണ്ട് പൂടാൻ പാടുന്നു. ഇനി നിങ്ങൾ അഫാസിന്റെ ഓത്തൊക്കെ ഒന്ന് കേട്ടു നോക്കണ്ടി. അങ്ങനെ ഉണ്ടാവുക. അഫാസിയാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. അഫാസി കേട്ടു നോക്കിയാൽ മതി. അപ്പോഴാ വ്യത്യാസം ശരിക്കും കാണാൻ കഴിയും. ഇങ്ങനെ കുറെ ഭാഗങ്ങൾ തജ്വീദിലെ പ്രധാനപ്പെട്ടത്. ഒന്ന്, മദ് വെച്ചിട്ട് നമുക്ക് ആ മുഫഖം തഫ്ഖീം പറയാം. മദ് എന്നാൽ ദീർഘം. അലിഫ് മദ് നൽകിക്കൊണ്ട് എല്ലാ അക്ഷരങ്ങളെയും നമുക്കൊന്ന് ഉച്ചരിക്കാം. നിങ്ങൾ റെഡിയാണോ? എല്ലാരും ക്ഷീണമകറ്റാം. ഇതൊരു വോയിസ് തെറാപ്പിയായി സ്വീകരിക്കാം. നിങ്ങളൊക്കെ റെഡി, കുട്ടികളും മുതിർന്നവരും അടക്കം. ഞാൻ ഏതായാലും റെഡി. ശരി, നമുക്ക് ഹംസ മുതൽ യാ വരെ 28 അക്ഷരങ്ങൾക്കും അലിഫ് മദ് നൽകുമ്പോൾ എന്ത് വ്യത്യാസമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത് എന്ന് ഇപ്പൊ പഠിച്ചു പോകാം. റെഡിയാണോ എല്ലാവരും? ഓക്കെ, ശരി. അപ്പോ പിന്നെ യാതൊരു നാണവുമില്ലാതെ ശബ്ദത്തോടുകൂടെ പറയാൻ സന്നദ്ധമാകണം. ഓക്കെ, ഒരാമുഖം നൽകാം. 28 അക്ഷരങ്ങൾക്ക് അലിഫ് മദ് വരുമ്പോൾ 20 അക്ഷരങ്ങൾ ചിരിച്ചുകൊണ്ട് പറയണം. 8 അക്ഷരങ്ങൾ കരഞ്ഞുകൊണ്ടാ ഗൗരവത്തിൽ പറയണം. 20 അക്ഷരം ചിരിച്ചുകൊണ്ടും 8 അക്ഷരങ്ങൾ ഗൗരവത്തിലും പറയണം. എന്നെ നോക്കുക കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും. ഞാൻ ചിരിക്കും, ഞാൻ ഗൗരവം കാണിക്കും. അല്ലെങ്കിൽ ചിരിച്ചാൽ അതിന് സ്വതക്കയാണ്, ഏറെ പ്രതിഫലമുണ്ട്. ചില ആളുകൾ ചിരിക്കാതിരിക്കാൻ കഷ്ടപ്പെടാറുണ്ട്. ചിരിക്കാനാണ് പോലും ചിരിക്കാതിരിക്കുന്നതിനേക്കാളും പേശികളുടെ പ്രവർത്തനം കുറഞ്ഞത് വേണ്ടത്. അതുകൊണ്ട് എളുപ്പം ചിരിക്കാനാണ്. റമദാനിൽ നമുക്ക് 20 ചിരി ചിരിക്കാം. ഓക്കെ, ശരി. ആ ആ ബ ബ ത ത ചിരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ വെക്കാം. ത സ സ ജ ജ ഹ ഹ ഹ. ചിരിയില്ല. ചിരിക്കരുത്. ഞാൻ എങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾ ചിരിച്ചാൽ ഞാൻ ആകെ പാളും. ഓക്കെ, ഇവിടേക്ക് വരാം. അപ്പോ ഹ തന്നെ. ഹ ഹ ഹ ഹ ദ ദ ദ ദ ദ റ റ സ സ സ സ ശ ص ض ط
ള അ ള ഫ ഖ ക ല മ ന ഹ വ യ ഹകദ. ഇതാണ് അക്ഷരങ്ങൾ. ഇങ്ങനെ ഇത് എന്തെളുപ്പാ, ഇതാണ് ഈസിയാണ്. ശാസ്ത്രീയ സംഗീതത്തിന് പോകുന്ന കുട്ടികൾ അവിടെ ഒന്നല്ല, ഖുർആനിലാണ് സംഗീതമുള്ളത്. അക്ഷരങ്ങളെ പഠിക്കാം. ഹംസ ഫത്ഹ അ, ഹംസ കസ്റ ഇ, ഹംസ ദമ്മ ഉ, അ ഇ ഉ, ഹംസ ഫത്ഹ അലിഫ് മദ് ആ, ഹംസ കസ്റ യാ മദ് ഇ, ഹംസ ദമ്മ വാവ് മദ് ഉ, ആ ഇ ഉ, ആ ഇ ഉ, ആ ഇ ഉ. ഇവിടെ പഠിക്കാൻ കുട്ടികൾ വരും. നിങ്ങൾ അങ്ങനെ പഠിപ്പിക്കും മദ്രസയിൽ. ഇനി എങ്കിൽ കുട്ടികൾ വളരെ താല്പര്യത്തോടു കൂടെ കുട്ടികൾ പഠിക്കാൻ മുന്നിലുണ്ടാകും. ഖുർആൻ തജ്വീദ് കുട്ടികൾ ആ ഒരു മനസ്സാന്നിധ്യത്തോടു കൂടെ അറിയാതെ തജ്വീദ് പഠിച്ചു പോകും. ഇത് തജ്വീദിന്റെ ബേസിക് പാഠമാണ്. അക്ഷരം ചിലത് പെരുപ്പിച്ച് വലുതായി പറയേണ്ടതുണ്ട്, ചിലത് നേരിയ തോതിൽ ലൈറ്റായിട്ട് പറയേണ്ടതുണ്ട്. അക്ഷരം ഹെവി ആണെങ്കിൽ അതിന്റെ അലിഫും ഹെവി ആയിരിക്കും. അക്ഷരം ലൈറ്റ് ആണെങ്കിൽ അതിന്റെ അലിഫും ലൈറ്റ് ആയിരിക്കും. സൂറത്ത് മുർസലാത്തിലെ 20 മുതലുള്ള ആയത്തുകളിൽ ശ്രദ്ധേയമായ ചില ഭാഗമുണ്ട്. ഒന്ന്, അലം നജ്അലിൽ അർദ കിഫാതാ അഹ്യാഅൻ വഅംവാതാ വജഅൽനാ ഫീഹാ റവാസിയ ശാമിഖാതിൻ വഅസ്ഖൈനാകും മാഅൻ ഫുറാതാ. വ്യത്യാസം എവിടെയാണ്? ശാമിഖാതിൻ, ഷീനിനും അലിഫ് തന്നെ, ഖാഇനും അലിഫ് തന്നെ. നമ്മളെ പഴയ ഓത്ത് വജഅൽനാ ഫീഹാ റവാസിയ ശാമിഖാതിൻ, ഷാമിഖ ഷാഖ ഒക്കെ ഒരേപോലെ അല്ല. ആ അലിഫിന് അക്ഷരത്തിന്റെ സ്വഭാവം അലിഫിനും നൽകപ്പെടണം. ശാമിഖാതിൻ വഅസ്ഖൈനാകും അല്ല മാഅൻ ഫുറാതാ റാതാ. ഈ വ്യത്യാസം. ഒന്ന് ഹെവിയാണ് റാ, അതുകൊണ്ട് അതിന്റെ അലിഫും ഹെവിയാണ്. ഫുറാ ലൈറ്റ് ആണ്, അതുകൊണ്ട് അതിന്റെ അലിഫും ലൈറ്റ്. ഫുറാതാ ഫുറാതാ വഅമിലുസ് സാലിഹാത്തി സാലിഹാത്തി എന്നല്ല, എല്ലാം വളരെ എത്രമാത്രം ഹൃദ്യമായിരിക്കും തജ്വീദ് പാരായണം ചെയ്തുകൊണ്ട് പാരായണം ചെയ്യുമ്പോഴുള്ള വ്യത്യാസം. ഇനി അതിന്റെ മദ്ദുകളെ പരിശോധിച്ച് നോക്കുങ്ങൾ. ഈ അലിഫ് മദ്ദായിരുന്നാലും യാ മദ്. സൂറത്തുൽ ഹാഖ നമ്മൾ എങ്ങനെ ഓതിയത് ഇന്നലെ വരെ? എങ്ങനെ സൂറത്തുൽ ഹാഖ ഓതിയത്? അൽഹാഖ മൽഹാഖ വമാ അദ്റാക മൽഹാഖ. നല്ലോണം തജ്വീദ് അറിയുന്ന ധൈര്യമുള്ള ഒരു സഹോദരൻ തൊട്ടപ്പുറത്തെ റൂമിൽ നിന്ന് കേട്ടാ പറയുക എന്താ ആക്കാനാണ്? ഒന്നും ആക്കാനാവൂല. സൂറത്തുൽ ഹാഖ ഓതേണ്ടത് അൽഹാഖതു മൽഹാഖ വമാ അദ്റാക മൽഹാഖ എന്ന് ദീർഘമായി, അഥവാ 3 സ്ഥലങ്ങളിലും 3 × 6 3 6 18. പിന്നെ ആ 3 ആയത്തുകളിൽ എത്ര അക്ഷരമുണ്ടോ 18+ അത്രയും അക്ഷരങ്ങളുടെ സമയം വേണം. 3 ആയത്തും കൂടെ ഓതിയാൽ താഴത്തെ ഒരു ആംബുലൻസും നല്ലതായിരിക്കും. നമ്മളെ മഗ്‌രിബ് നിസ്കാരത്തിനൊക്കെ ഈ 3 ആയത്ത് മതി, സമയമുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളോടും മുതിർന്ന രക്ഷിതാക്കളോടും എനിക്ക് ആവശ്യപ്പെടാനുള്ളത്, നേരമുള്ളപ്പോൾ ഓതാനിരുന്നാൽ മതി. നേരമില്ല ഞാനൊന്ന് ഓതട്ടെ എന്ന് പറഞ്ഞു ഓടിപ്പോയി ഓടിത്തീർത്ത് ഓടിപ്പോവരുത്. ഇത് ഓത്തല്ല. അങ്ങനെ പാരായണം ചെയ്യാൻ പാടില്ല. സമയമുള്ളപ്പോൾ സമയമെടുത്ത് ഭംഗിയായി പാരായണം ചെയ്യണം. യാസീൻ എങ്ങനെ നമ്മൾ ഓതിയത് ഇന്നലെ വരെ? യാസീൻ അങ്ങനെ ഓതിയത്. നമ്മളെ ക്ലാസ്സിലെ ഒരു പഠിതാവ് കോഴിക്കോട് മൊയ്തീൻ പള്ളിയിലെ തജ്വീദ് അനുസരിച്ചാണ് അവിടുത്തെ ലേണിംഗ് ക്ലാസ്, തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും. ഇപ്പൊ 4 വർഷമായി തുടർന്നു പോരുന്നു. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഠിതാവ്
അദ്ദേഹം ഒരു വർഷത്തിന് ശേഷം വീട്ടിൽ നിന്ന് യാസീൻ സൂറത്ത് എടുക്കുന്ന സമയത്ത് യാസീൻ ഇങ്ങനെ ഓതുക, സാവകാശം ഓതുക. അപ്പൊ ഉമ്മ വന്നിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞല്ലോ, മുതിർന്ന ആളാണ്, ഇദ്ദേഹത്തോട് പറഞ്ഞു, അല്ലടോ ഈ ഇപ്പൊ ഖുർആൻ പഠിക്കാൻ പോയിട്ട് ഇപ്പൊ ഓതാൻ അറിഞ്ഞൂടാണ്ടായിക്കുക, എന്തോരം നേരം വേണമെന്ന് വെച്ച്. അന്നേരം ഇദ്ദേഹം പറഞ്ഞോളൂ, ഇമ്മ ഇങ്ങനെ ഓതണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെട്ടതെന്ന്. യാസീനിൽ യാ എന്നത് തീരെ നീട്ടാൻ പാടില്ല. യാസീൻ സീൻ എന്നത് 6 ഹറക്കത്തിന്റെ ടൈം എടുക്കുകയും വേണം. വാജിബ് അല്ല, ലാസിമാണ്, നിർബന്ധമായും കമ്പൽസറി അങ്ങനെ തന്നെ നീട്ടണം. യാസീൻ ഒന്ന് ഓതിയാ പോരാ, അത് നീട്ടി തന്നെ ഓതണം. സൂറത്ത് ഖാഫ് നീട്ടണം. നൂൻ നൂൻ എന്തിന് എന്നത് ഇൻഷാ അല്ലാഹ് നമ്മൾ അല്ലാതെ ഇരുന്ന് പഠിക്കേണ്ടതാണ്. അപ്പോ അലിഫുകൾ വ്യത്യസ്തമാണ്, മണിക്കേണ്ടടത്ത് മണിക്കണം. മീമും നൂനും ശബ്ദ വന്നാൽ പ്രത്യേകിച്ച് മണിക്കണം. കവി വിശദീകരിച്ചത് സുലൈമാനുൽ ജംസൂരി കവിതാ ഭാഗത്തിലൂടെ തജ്വീദ് പഠിപ്പിക്കുന്നിടത്ത് ഈ ഭാഗം പറഞ്ഞിട്ടുണ്ട്. നൂനും മീമും ശബ്ദ വന്നാൽ മറ്റക്ഷരങ്ങൾക്ക് ശബ്ദ വരുമ്പോൾ ഉച്ചരിക്കുന്നത് പോലെ ഡബിൾ ആക്കിയാൽ പോരാ, അത്ര കൂടെ സമയമെടുത്ത് മണിക്കണം. അപ്പോ സൂറത്തുൽ ഇൻസാൻ അഥവാ സൂറത്തുൽ ദഹ്റിലെ ആദ്യ ഭാഗത്തുള്ള ആയത്തുണ്ട്, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ, അല്ലേ? അവിടെ എങ്ങനെ നമ്മൾ ചെല്ലേണ്ടത്? നമ്മൾ ഓതാറുള്ളത് എങ്ങനെ? ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. അതും കഴിഞ്ഞിട്ട് ഉമ്മാ നമ്മൾ വിളിക്കുകയും ചെയ്യും. രണ്ടും ഒരുപോലെ. ഇമ്മാന്ന് വിളിക്കുന്നതും ഇമ്മാ ശാകിർ എന്ന് ഖുർആൻ ഒന്നും ഒരുപോലെ. ഒരിക്കലും സമപ്പെടുത്താൻ സാധ്യമല്ല. ഓതേണ്ടത് എങ്ങനെയാ? ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. ഇങ്ങനെ തന്നെ പാരായണം ചെയ്യണം, മണിക്കാം. അല്പം കൂടെ തരിപ്പിച്ചുകൊണ്ട് പാരായണം ചെയ്യാം, അല്പം കൂടെ മണിച്ചുകൊണ്ട് പാരായണം ചെയ്യാം. നൂന് മീം ഓർത്തു വെക്കാൻ എളുപ്പമല്ലേ? ഓർത്തു വെച്ചൂടെ? ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ മറന്നുപോയോ? മാഹിയ ഹുറൂഫുൽ മദ്. ഐവ ഏതൊക്കെയാ മണിക്കേണ്ട 2 അക്ഷരങ്ങൾ? നൂനും മീമും ശബ്ദ വരുമ്പോൾ. നൂനും മീമും മണിക്കണ്ട. എപ്പോഴാണ് മണിക്കേണ്ടത്? ശബ്ദ വരുമ്പോൾ. മദ്ദുകൾ നാം വിശദീകരിച്ചു. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും പിന്നെ ഒന്നാമത്തെ ഭാഗമാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുള്ളത്. എൻ്റെ സമയം 5:15 2 മിനിറ്റൂടെ ഉള്ളത്. എൻ്റെ രണ്ടാമത്തെ ഘടകം എന്തായിരുന്നു? നമ്മൾ ഖുർആൻ ആസ്വാദിതമാകാൻ 2 ഘടകം പറഞ്ഞതിൽ രണ്ടാമത്തേത് അർത്ഥതലം, ആശയതലം മനസ്സിലാവുക. ഞാൻ ആ ഭാഗത്തേക്ക് അധികം കടക്കേണ്ടതില്ല. സൂറത്തുൽ മുർസലാത്തിൽ ഒരു വചനം ഞാൻ പാരായണം ചെയ്തു നേരത്തെ, അതൊന്നുകൂടെ പാരായണം ചെയ്യാം. അലം നജ്അലിൽ അർദ കിഫാതൻ അഹ്യാഅൻ വ അംവാതാ വജഅൽനാ ഫീഹാ റവാസിയ ശാമിഖാതിൻ വഅസ്ഖൈനാകും ഒരുപക്ഷെ പാരായണം ഇങ്ങനെ പാരായണം ചെയ്തതുകൊണ്ട്, ഇതിനേക്കാൾ നന്നായി പാരായണം ചെയ്യുന്ന ആൾ പാരായണം ചെയ്താൽ ഇതിനേക്കാൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും, നമുക്ക് ആസ്വദിക്കാൻ കഴിയും, ചെയ്യുന്ന ആൾക്കും കേൾക്കുന്നവർക്കും ആസ്വദിക്കാൻ കഴിയും. പക്ഷേ ഇതിലപ്പുറം ഒന്നുകൂടെ ആസ്വദിക്കാം ഈ വചനത്തെ. ഇതിന്റെ അർത്ഥതലം അറിയുന്ന ആളുകൾ ഒന്നുകൂടെ ആഴത്തിലേക്ക്, ഭൂമിയെക്കുറിച്ച് തൗഹീദ് സംസാരിച്ചപ്പോൾ പലരും പലതും സംസാരിച്ചിട്ടുണ്ടാകാം. പക്ഷേ വിശുദ്ധ ഖുർആൻ ഭൂമിയെക്കുറിച്ച് സംസാരിച്ച ഈ ഒരു പ്രയോഗം പലപ്പോഴും കേൾക്കാറില്ല. എന്താണ് ഈ ചോദ്യം? എന്താണ് ഇതിന്റെ അർത്ഥഗർഭം? അലം നജ്അലിൽ അർദ കിഫാതാ, ഭൂമിയെ നാം പാകതയുള്ളത്, ഉൾക്കൊള്ളുന്നത്, മതിയായത് ആക്കിയിട്ടില്ലേ? എന്തിന് പാകതയുള്ളത്? അർത്ഥം പൂർണ്ണമായില്ല. അഹ്യാഅൻ വ അംവാതാ, ജീവനുള്ളവരെയും മരിച്ചവരെയും ഉൾക്കൊള്ളാൻ പാകതയുള്ളതാക്കിയില്ലേ? എന്നിട്ടും നാം ആലോചിക്കുന്നില്ല. നോക്കും സഹോദരങ്ങളെ, ഇന്നലെ വരെ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന കോടാനക്കോടി മനുഷ്യർ മരിച്ചു വീണിട്ടുണ്ട്. അവരെല്ലാം ഈ ഭൂമിയിൽ
6 അടി താഴ്ചയിൽ മാത്രം അടക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യർ മാത്രമല്ല, ഇതര ജീവജാലങ്ങളും 6 അടി താഴ്ചയിലെ നാം താഴ്ത്തി വെച്ചിട്ടുള്ളൂ. വലിയ കുഴികളോ കിടങ്ങുകളോ കുഴിച്ചിട്ടല്ല വെച്ചത്. പക്ഷേ അതിന്റെ പേരിൽ ഇന്നേ വരെ ഈ 6 അടി താഴ്ചയിലെ മനുഷ്യ ശരീരങ്ങൾ, മൃതശരീരങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ നമ്മുടെ തേങ്ങയുടെ വെള്ളത്തിനോ, നമ്മുടെ പേരക്കയുടെ ടേസ്റ്റിനോ, നമ്മുടെ കർമൂസയുടെ പപ്പായയുടെ ടേസ്റ്റിനോ യാതൊരു വ്യത്യാസവും രുചിഭേദവും സംഭവിച്ചിട്ടില്ല. നമുക്ക് മേലെ ജീവനോടുകൂടെ ജീവിച്ചു പോകാൻ യാതൊരു തടസ്സവും ഇല്ല. വളരെ സന്തോഷമാണ്. ജീവനുള്ളവരെയും മരിച്ചവരെയും ഉൾക്കൊള്ളാൻ ഒരേപോലെ പാകതയുള്ളതായി ഈ ഭൂമിയെ സംവിധാനിച്ചിട്ടില്ലേ എന്ന ചോദ്യം ആശയതലത്തിൽ കേൾക്കുമ്പോൾ, അത് അർത്ഥമറിയുന്നതോടൊപ്പം തജ്വീദോടുകൂടെ കേൾക്കുമ്പോൾ എത്ര ഹൃദ്യമായിരിക്കും. ഒരു പഠിതാവ് ഉംറക്ക് പോയിട്ട് അവിടെ നിന്ന് ഇടവേള കിട്ടിയപ്പോ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ നിങ്ങളോടൊരു ശുക്ർ ചെയ്യാനാ ഞാൻ വിളിച്ചത്. ഞാൻ ചോദിച്ചു, എന്നോട് ശുക്ർ ചെയ്യാൻ നിങ്ങൾ ഇവിടെ നിന്ന് അവിടെ പോയതോ? അപ്പോഴദ്ദേഹം പറഞ്ഞ മറുപടി, അല്ല, അത് പറഞ്ഞാലേ എനിക്ക് സമാധാനാവും. നമ്മൾ അവിടുന്ന് പഠിച്ച ആ 3ാം ഇയറിന്റെ സൂറത്തുകൾ ഉണ്ടല്ലോ, ഖാഫ്, നജ്മ്, റഹ്മാൻ, ഹുജുറാത്ത്, ഈ സൂറത്തുകൾ ഞാൻ പഠിച്ചതൊക്കെ ഇവിടെ ഇമാം ഓതി ഹറമില്. എനിക്ക് അർത്ഥവും അറിയാം. ഇമാമിന്റെ ആ ഓത്തും എനിക്ക് വല്ലാതെ കരച്ചിലും ഹൃദ്യതയും അനുഭവപ്പെട്ടു എന്ന്. എനിക്ക് അർത്ഥം അറിഞ്ഞൂടാത്തതാണെങ്കിൽ ഇത്ര മനസ്സിലാവൂലായിരുന്നു എന്ന്. നോക്കൂ നിങ്ങൾ, ഈ 2 തലങ്ങൾ, തജ്വീദും അർത്ഥതലവും. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കാം. സഹോദരന്റെ സമയമാണ് ഞാൻ ഇപ്പോൾ അപഹരിക്കുന്നത്. 1 മിനിറ്റ് അപഹരിച്ചു, 2 മിനിറ്റും കൂടി ഞാൻ എടുക്കും. പിന്നെ സൂറത്തുർ റഹ്മാൻ 55-ാം അധ്യായം, സൂറത്തുർ റഹ്മാനിലെ 31 പ്രാവശ്യം ആവർത്തിച്ചു വരുന്ന ഒരു സൂക്തമുണ്ട്. ഏതാണത്? ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. 31 ആയത്തും കൂടെ റഹ്മാൻ ഒന്നാകെ ഒരൊറ്റ റക്അത്തിൽ തറാവീഹിന് ഇമാം ഓതിയിട്ട് ഇന്നേ വരെ ദുനിയാവിൽ ഒരൊറ്റ മാമൂമും പോയി പറഞ്ഞിട്ടില്ല. ഒരായത്ത് ഓതി 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 മനുഷ്യനെ എടങ്ങേറാക്കി കേട്ടുമടുത്തുന്ന ഒരൊറ്റ മാമൂമും പറഞ്ഞില്ല. ആരാ പറഞ്ഞോ? പറയില്ല. എന്തേ കാരണം? അത് ഇതിന്റെ പാരായണ വശ്യത ഒന്ന്. രണ്ടാമത്തേത്, ഈ 31 പ്രാവശ്യവും പറഞ്ഞതിന്റെ മേലെ മേലെ ചില പ്രകൃതി പ്രതിഭാസങ്ങളെ, അത്ഭുത പ്രതിഭാസങ്ങളെ ഉദ്ധരിച്ചിട്ടുണ്ട്. മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. എന്താണ് ആ ചോദ്യം? മറജൽ ബഹ്റൈൻ, ഭൂമിക്കടിയിലൂടെ സമുദ്രത്തെ അള്ളാഹു പറഞ്ഞയച്ചിരിക്കുന്നു. 2 സമുദ്രങ്ങൾ അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ 2 തരം ജലമുണ്ട്. വിശുദ്ധ ഖുർആൻ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ അവസാന ഭാഗത്ത് പറഞ്ഞതുപോലെ, ഹാദാ അദ്ബുൻ ഫുറാത്ത്, ഇത് ക്ലിയർ വെള്ളമാണ്, തനി പച്ചവെള്ളമാണ്. വഹാദാ മിൽഹുൻ ഉജാജ്, ഇത് കൈപ്പരസമുള്ള അല്ലെങ്കിൽ ഉപ്പുപുളിയുള്ള വെള്ളമാണ്. ഇങ്ങനെ 2 തരം ജലാശയങ്ങൾ ഭൂമിക്കടിയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അവ രണ്ടും കൂടി കലർന്നു പോകാതിരിക്കാൻ നാം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാത്ത വിധത്തില് പ്രത്യേകമായ ഒരു മറ സംവിധാനിച്ചിരിക്കുന്നു. ഇനിയും എന്തേ അള്ളാഹുവിന്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് കൂട്ടരെ നിങ്ങൾ തള്ളിപ്പറയുന്നത് എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ ചോദ്യം. അതുകൊണ്ട് ആർക്കും മടുപ്പുളവാകുന്നില്ല. സഹോദരങ്ങളെ, സൂറത്തുൽ വാഖിയ 56-ാം അധ്യായത്തിൽ 4 ചോദ്യങ്ങളുണ്ട്. ആ 4 ചോദ്യം ഭംഗിയായി ഇമാം പാരായണം ചെയ്യുമ്പോൾ പകുതി 50% നമ്മൾ ആസ്വദിക്കും. പക്ഷേ അതിന്റെ അർത്ഥം കൂടെ മനസ്സിലാകുമ്പോൾ 100% ആസ്വദിക്കാൻ കഴിയും. ഏതെന്നല്ലേ ആ വചനം? ഖുർആൻ ലേണിംഗ് പഠിതാക്കളായ നിങ്ങളിൽ പലർക്കും അത് പറഞ്ഞു തരേണ്ടതില്ല. എങ്കിലും ആ വചനങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വചനങ്ങൾ, അഫറഅയ്തും മാ തുംനൂൻ, പാരായണത്തിന്റെ ആസ്വാദനം മാത്രമാണ് ഇപ്പോൾ ലഭിച്ചത്. ഇനി അതിന്റെ അർത്ഥം, നിങ്ങൾ ഓരോരുത്തരും ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദ്രിയത്തെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എന്നിട്ട് ചോദ്യം എന്താണെന്നറിയോ? അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ.
നിങ്ങളാണോ അത് സൃഷ്ടിക്കുന്നത്, അതെല്ലാം നാമാണോ? ആലോചിച്ചാൽ ഉത്തരം പറയും, ഞങ്ങളല്ല പടച്ചോനെ എന്ന്. ചോദ്യമാണ്. സത്യനിഷേധികളായ ആളുകളുടെ മുമ്പിൽ പടച്ചോൻ വെക്കുന്ന സൂറത്ത് വാഖിയയിലെ 4 ചോദ്യങ്ങളിൽ ഒന്നാണ്. രണ്ടാമത്തെ ചോദ്യം, അഫറഅയ്തും മാ തഹ്റുസൂൻ, നിങ്ങൾ ചെയ്യുന്ന കൃഷിയെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ അഅൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ, നിങ്ങളാണോ അത് മുളപ്പിക്കുന്നത്, അതല്ല നാമാണോ? നാം നട്ടു നനച്ചുണ്ടാക്കിയ ഏറ്റവും മുന്തിയ തനം വിത്തിൽ നിന്ന് പടർന്ന് പന്തലിച്ചതിലെ ഒരൊറ്റ കൈപ്പയും നമുക്ക് കറി വെക്കാൻ കിട്ടിയില്ല. പക്ഷേ ഉമ്മ കറി വെക്കാൻ എടുത്തതിൽ നിന്ന് പഴുത്തുപോയ ഒരു ഭാഗം കളഞ്ഞെടുത്ത് കുപ്പയിൽ പൊങ്ങി അവിടെ നിന്ന് ഏതോ ഒരു മരത്തിലേക്ക് ചാഞ്ഞ് പന്തലിച്ചു പോയ കൈപ്പവള്ളിയിലെ കൈപ്പ എത്ര സമൃദ്ധം! ആരാണിത് മുളപ്പിക്കുന്നത്? ആരാണ് വിഭവം നൽകാൻ കഴിയുന്നവൻ? നിങ്ങൾക്ക് സാധ്യമല്ല, പടച്ചോനെ നീ തന്നെ എന്ന് മറുപടി അർത്ഥതലം മനസ്സിലാകുമ്പോൾ ആസ്വദിച്ച് പറയാൻ കഴിയും. മൂന്നാമത്തെ ചോദ്യം, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ അം നഹ്നുൽ മുൻസിലൂൻ, നിങ്ങളാണോ കാർമേഘങ്ങളിൽ നിന്ന് അത് പെയ്യിക്കുന്നവൻ, അതല്ല നാമാണോ? 2 ദിവസം മുമ്പ് മഴക്കാലത്തെ വേനൽ അനുഭവിച്ച് പ്രയാസപ്പെട്ടപ്പോ H2O എടുത്തിട്ട് വെള്ളമുണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിച്ചോ? സാധ്യമല്ലാത്തത് കൊണ്ട് അതിന് ശ്രമിച്ചില്ല. വെള്ളത്തെ വിഘടിപ്പിച്ചാൽ H2O ആണ് ഉണ്ടാകുന്നത് എന്ന് വിഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നല്ലാതെ അതൊന്ന് ഘടിപ്പിച്ച് വെള്ളത്തിന്റെ ഒരു തുള്ളി ഉണ്ടാക്കാൻ ലോകത്തിന് സാധിച്ചിട്ടില്ല. അള്ളാന്റെ ചോദ്യം, നിങ്ങളാണോ അതുണ്ടാക്കുന്നത്, അതല്ല നാമാണോ പെയ്തിറക്കുന്നത് എന്ന ചോദ്യമുണ്ട്. അർത്ഥതലവും തജ്വീദും പാലിക്കപ്പെടുമ്പോ ഹൃദ്യത അനുഭവപ്പെടും, ഉൾക്കൊള്ളും, ഖുർആൻ നമ്മെ കീഴടക്കും. നാലാമത്തെ ചോദ്യം, അഫറഅയ്തുമുൻ നാറല്ലതീ തൂറൂൻ, നിങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കുന്ന തീയെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ സ്ത്രീകളെ? നിങ്ങൾ തീയെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അഅൻതും അൻശഅതും ശജറതഹാ അം നഹ്നുൽ മുൻസിഊൻ, അതിന്റെ ഇന്ധനത്തെ, അതിന്റെ തടിയെ, മരത്തെ ഉണ്ടാക്കുന്നത് നാമാണോ, നിങ്ങളാണോ? ഈ 4 ചോദ്യം ഉദ്ധരിച്ചുകൊണ്ട് CTVയുടെ ചാനലിലെ ഒരു റമദാൻ പ്രഭാഷണത്തിന് 10-12 മിനിറ്റുള്ള ക്ലാസ്സുകൾ കൊടുത്തപ്പോ അത്ഭുതകരമായ ഒരു സംഭവം ഉണ്ടായി. ക്ലാസിന്റെ ഇടവേളയിൽ റൂമിലേക്ക് കയറിയിരുന്നപ്പോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്ന അമുസ്ലിം സഹോദരൻ കയ്യിൽ നിന്ന്, ഇതാണോ നിങ്ങളെ പറഞ്ഞ ഖുർആൻ? നിങ്ങളെ പറഞ്ഞത് ഇതിലൊക്കെ ഉണ്ടല്ലേ, അതൊന്ന് തരുമോ എന്ന് ചോദിച്ചു. വേഗം അദ്ദേഹത്തിന് അത് കൊടുത്തു. അദ്ദേഹത്തോട് പറഞ്ഞു, ഭാഷ അറിയാത്തത് കൊണ്ടും പാരായണം ചെയ്യാൻ അറിയാത്തത് കൊണ്ടും ഇതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. വിശുദ്ധ ഖുർആനിന്റെ ഒരു പരിഭാഷ കൂടെ അദ്ദേഹത്തിന് ഏൽപ്പിച്ചു. അദ്ദേഹം അതുവരെ പറഞ്ഞത് എന്താണെന്നറിയോ? ഞാൻ ചെറുപ്പത്തിൽ ഖുർആനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷേ കണ്ണ് പൊട്ടും എന്നത് കേട്ടതുകൊണ്ട് ഞാനത് തൊട്ടിട്ടില്ലായിരുന്നു. ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതിലുള്ളതല്ലേ, എന്നാ എനിക്കതൊന്ന് വായിക്കാൻ പറ്റുമോ എന്നറിയാനാണെന്ന്. അത്ഭുതം തോന്നി. നോക്കൂ, നമ്മൾ ഇടപഴകുന്ന ഓരോ സ്ഥലങ്ങളിലും അവസരങ്ങളുണ്ട്, അവിടെ നാം അത് ചെയ്തു തീർക്കുക എന്നതാണ് മറ്റു ദൗത്യം. ഞാൻ സാന്ദർഭികമായി പറഞ്ഞു പോയതാണ്. ഏതായിരുന്നാലും വിശുദ്ധ ഖുർആനിനെ ആ നിലക്ക് കാണാനും ഭംഗിയായി പാരായണം ചെയ്യാനും നിയമാനുസൃതം പാരായണം ചെയ്യാനും നിയമാനുസൃതം ജീവിക്കുവാനും വേണ്ടി ശ്രമം നടത്തുക. ഒരൊറ്റ ചോദ്യത്തോടുകൂടെ ഞാൻ അവസാനിപ്പിക്കാം. ഇമാം ഭംഗിയായി സൂറത്തുൽ ഫാത്തിഹ ഗൈരിൽ മഗ്ദൂബി അലൈഹിം ഒന്ന് ആമീൻ പറയൂ. ഇമാം പറഞ്ഞ പോലെ ഭംഗിയായിട്ട് ഇന്നത്തോടെ നിർത്തണം ആ ആമീന്. അതാണ് ശരി. അതുകൊണ്ടാ അദ്ദേഹം ഉറക്ക പറയാത്തത്. നമ്മളൊക്കെ ഇമാം എങ്ങനെയാണോ വലദ്ദാലിൻ ചെന്നത് അതിനോട് ഒപ്പിച്ചൊരു ആമീനുണ്ട്. ഞങ്ങൾ മദീനത്തുൽ ഒരു തമാശ അറിയാനുണ്ടായിരുന്നു. ഇമാം എങ്ങാനും വലദ്ദാലൂൻ ആമൂന്ന് മമ്മൂങ്ങൾ ചെല്ലുന്നു. കാരണം ഓർഫനേജും കൂടെ ഉള്ള സ്ഥലമാണ്. എന്ത് തമാശ ഒപ്പിക്കാൻ പറ്റുമോ അതൊക്കെ ഒപ്പിക്കേണ്ട സ്ഥലമാണ്. അങ്ങനെയായിരുന്നു. പക്ഷേ ചെയ്യേണ്ടത് വലദ്ദാലിൻ എന്ന് 6 മാത്രം നീട്ടിയിട്ട് ഓതണം. ദാ എന്നത് 6 ഹറക്കത്ത് ടൈമിംഗ് കൊടുക്കണം. ആമീൻ എന്നത് മീമിന് ശബ്ദില്ല. അതുകൊണ്ട് ആ എന്നത് 2 ആന, ആട്, ഓല എന്നൊക്കെ പറയുന്ന ദീർഘമേ പാടുള്ളൂ. ആമീൻ മീൻ എന്നത് 6 വരെ ആകാം. 6 ഇനി അത് പ്രവാചകൻ നീട്ടാതെയും ഓതിയിട്ടുണ്ടെന്നാ. ആ എന്നത് നീട്ടിയിട്ടില്ല. ഞാൻ അവസാനിപ്പിക്കുന്നു. എൻ്റെ ഈ ഒരു സംസാരത്തിൽ നിന്ന്
നിങ്ങൾക്ക് എത്രമാത്രം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നെനിക്കറിയില്ല. അല്പം ക്ഷീണം എനിക്കുണ്ടായിരുന്നു, അതിൻ്റെ ക്ഷീണം എൻ്റെ സംസാരത്തിലുണ്ടായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. നിങ്ങൾക്കത് അനുഭവപ്പെട്ടോ എന്നറിയില്ല. ഏതായിരുന്നാലും ഹംസയുടെ മുമ്പുള്ളത് കേട്ടോ, അത് കുറേ പറയാനുണ്ട്. അങ്ങനെ മാസായാലും തീരൂല എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറയാത്തത്. അതുമല്ല, വിലപ്പെട്ട സമയം ഞാൻ അപഹരിക്കുന്നു. പിന്നെ അവസാനിപ്പിക്കാം. വിശുദ്ധ ഖുർആൻ ഭംഗിയായി പഠിക്കാൻ കഴിയും, എളുപ്പമാണ്. തജ്വീദ് അനുസരിച്ച് പഠിക്കുക. തജ്വീദാണ് ഏറ്റവും എളുപ്പമുള്ള ശാസ്ത്രം പഠിക്കാൻ, രസകരമാണ്. അത് തജ്വീദോടുകൂടെ പഠിക്കുക, അതിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക. തജ്വീദും അർത്ഥതലവും മനസ്സിലാക്കാൻ റമദാനിൽ നമുക്ക് സാധിക്കണം. പോകുമ്പോൾ ഒരു A4 ഷീറ്റ് വാങ്ങുക, എന്നിട്ട് വീട്ടിലെത്തിയിട്ട് അതിനൊരു മാർജിൻ വരച്ചിട്ട് ബാക്കി സ്ഥലം 2 കോളമാക്കി വെക്കുക. 1-ാമത്തെ കോളത്തിൽ എഴുതുക റമദാനിൻ്റെ മുമ്പത്തെ ഞാൻ, 2-ാമത്തെ കോളത്തിൽ ഇത്രയും ദിവസമുള്ള റമദാനിലെ ഞാൻ. എന്നിട്ട് നിങ്ങളൊന്ന് എഴുതി നോക്കുക ഏത് കോളത്തിലാണ് കുറേ എഴുതാനുണ്ടാവുകയെന്ന്. എടുത്തു പറയത്തക്ക വിധത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ എൻ്റെ ഈ റമദാനിൽ? ആലോചിക്കണേ കൂട്ടരെ, ആലോചിക്കണേ സഹോദരങ്ങളെ. പരിശുദ്ധ റമദാൻ കിട്ടിയിട്ട് അയാൾക്കൊന്നും നേടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവനെക്കുറിച്ച് എന്തു പറയാൻ? പ്രവാചകന്റെ ചോദ്യമാണ്, ഗൗരവപ്പെട്ട ചോദ്യം. അള്ളാഹു എനിക്കും നിങ്ങൾക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹം പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم ربنا تقبل منا دعاءنا وصلاتنا وصيامنا وقيامنا وسائر أعمالنا يا رب العالمين. ربنا تقبل منا دعاءنا وصلاتنا وصيامنا وقيامنا وقراءتنا ودراستنا القرآن وصدقاتنا وسائر أعمالنا يا رب العالمين. ربنا هب لنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ربنا اجعل القرآن إماما لنا. اللهم اجعل القرآن إماما لنا. اللهم اجعل القرآن شاهدا لنا ولا شاهدا علينا. اللهم اجعل القرآن شاهدا لنا ولا شاهدا علينا. اللهم اجعل الصيام والقرآن شفيعان لنا في يوم القيامة لعيوب أعمالنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على أشرف المرسلين وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته.